പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും ലോക്സഭയിൽ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ആരംഭിച്ചു. സമരക്കാർക്കെതിരായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം ഇരു സഭകളും രാവിലെ സ്തംഭിപ്പിച്ചിരുന്നു. ചർച്ചയിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പങ്കെടുക്കാത്തതിനെ കെ.സി. വേണുഗോപാൽ എം.പി ചോദ്യം ചെയ്തെങ്കിലും പ്രതിപക്ഷം ചർച്ചയിൽ സഹകരിക്കുകയാണ്. Now government is saying this important piece of legislation has brought to address the concern of the students of this country and youth of this country. Such an important bill, Honorable Prime Minister is not there, Home Minister is not there. So before starting the bill, we need a clarification from the government. വരും തലമുറകളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ചരിത്രപരമായ നിയമനിർമ്മാണമാണിതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. യു.പി.എ ഭരണകാലത്ത് നടന്ന ചോദ്യപേപ്പർ ചോർച്ചകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2019 में रेलवे रिक्रूटमेंट बोर्ड का एग्जामिनेशन, वो भी इन्हीं कारणों से, लेकिन शायद उस समय उस तरह की कार्रवाई नहीं की गई जिस तरह की अब प्रस्तावित की जा रही है. 2011 में ऑल इंडिया इंजीनियरिंग एंट्रेंस एग्जामिनेशन 2009 में हो गया. 2012 में 2009 में रेलवे रिक्रूटमेंट बोर्ड, 2011 में वेणुगोपाल जी, by changing figures or digits you cannot change the record. So it is on record. 2009 Railway Recruitment Board, 2011 I'll go on and on, the list is very long then. 2011 All India Engineering Entrance Examination, 2012 AIMS New Delhi entrance paper leak, 2013 Maharashtra Secondary Certificate Examination. I can go on till you are satiated. 2009 वेस्ट बंगाल जॉइंट एंट्रेंस एग्जाम. और इसलिए ये सोचा गया कि ओवरऑल पब्लिक एग्जामिनेशंस को लेकर के एक व्यापक सामूहिक व्यवस्था विधेयक लाया जाए. രാജ്യത്ത് ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ഇൻസ്റ്റഗ്രാമിലാണെന്ന് കോൺഗ്രസ് എം.പി ഗൗരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. രാജിവെച്ച മുൻ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് എൻ.ഡി.എ എം.പിമാർ സ്വീകരണം നൽകിയതിനെയും അദ്ദേഹം വിമർശിച്ചു. 21 बच्चों की जान गई, आत्महत्या उन्होंने की. आपको शर्म नहीं आती इस सरकार को कि जिस मंत्री के तहत में 21 बच्चों ने अपनी जान गंवा दी, आत्महत्या की, जब उसने अपने मंत्री पद से इस्तीफा दिया, कल जब वो सदन में आए आपने उनको ऐसा माला पहनाया ताकि जैसे वो पाकिस्तान से जंग लड़के आए. आज ये बात प्रधानमंत्री आते हैं इंस्टाग्राम के रील पर. वो अलग बात है कि जो पहली कैबिनेट बैठक हुई उस कैबिनेट बैठक में शिक्षा को कैसे सुधारा जाए, पेपर माफिया को कैसे खत्म किया जाए, पेपर सेटर के माफिया को कैसे खत्म किया जाए, पेपर सॉल्वर के माफिया को कैसे खत्म किया जाए, टेस्टिंग सेंटर के माफिया को कैसे खत्म किया जाए, प्रिंटिंग प्रेस के माफिया को कैसे खत्म किया जाए, कोचिंग सेंटर के माफिया को कैसे खत्म किया जाए, सिलेबस कैसे स्कूल के सिलेबस के साथ मिले, आउट ऑफ सिलेबस परीक्षा के पेपर ना आए, सीबीएसई के ओएमआर में धांधली न हो. इन सब चीजों पर व्यापक चर्चा करने के बजाय प्रधानमंत्री मोदी जी कहते हैं इंस्टाग्राम पर और ध्यान दो, इंस्टाग्राम पर और ध्यान दो. അതുല്യുണ്ട് വിവരങ്ങളുമായി. അതുല്യ, എന്തായാലും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ ബില്ലിന്മേലുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ പ്രതിഷേധം തന്നെയാണ് നമ്മൾ കണ്ടത്. എങ്കിലും ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു ബില്ലിന്മേൽ എത്ര സമയം വേണമെങ്കിലും ചർച്ചയ്ക്ക് അനുവദിക്കാമെന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. ചർച്ച ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്, എങ്ങനെയാണ് വിവരങ്ങൾ? കാർത്തു, നിലവിൽ എന്തായാലും പ്രതിപക്ഷം ചർച്ചയുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ചർച്ചയുടെ ഭാഗമായി ഈ വലിയ രീതിയിൽ ആരോപണം നേരിടുന്ന പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാനായി ചർച്ചയിൽ ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസ് ഉയർത്തുന്ന ഏറ്റവും വലിയ
ആവശ്യമെന്ന് പറയുന്നത് ഈ ബില്ലിന്മേൽ ചർച്ച നടത്തുന്നതിന് ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടപടി ഉണ്ടായതിലടക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ സമ്മേളനം ആരംഭിച്ച് ഇത്ര ദിവസമായിട്ടും എല്ലാ ദിവസവും പാർലമെന്റിൽ പ്രതിപക്ഷം ഇതേ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ ഇല്ലാത്തത് എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്നിപ്പോൾ സഭ ആരംഭിക്കുമ്പോൾ തന്നെ സ്പീക്കറായിട്ടുള്ള ഓം ബിർള, അതായത് രാവിലെ ഇരു സഭകളും പ്രതിപക്ഷം സ്തംഭിപ്പിച്ചിരുന്നു. രാജ്യസഭയും അതുപോലെ തന്നെ ലോക്സഭയും രാവിലെ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം കാരണം പിരിഞ്ഞിരുന്നു. അതിനുശേഷം 2 മണിക്ക് സഭ ചേർന്നപ്പോഴാണ് ഇത്തരത്തിൽ ചർച്ചയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് സ്പീക്കർ 5 മണിക്കൂർ വരെ ചർച്ച, 6 മണിക്കൂർ വരെ ചർച്ചയ്ക്ക് അനുമതി നൽകാമെന്ന് അറിയിച്ചത്. എന്നാൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഞങ്ങൾ എത്ര വേണമെങ്കിലും, അതായത് പ്രതിപക്ഷം എത്ര മണിക്കൂർ ആവശ്യപ്പെടുന്നോ അത്രയും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. സ്പീക്കർ അനുമതി നൽകിയിരിക്കുന്നത് 6 മണിക്കൂറിനാണെങ്കിലും ആ 6 മണിക്കൂർ ചർച്ചയിൽ പ്രതിപക്ഷം തൃപ്തരല്ലെങ്കിൽ 8 മണിക്കൂർ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി 8 മണിക്കൂർ പോരാ, പ്രതിപക്ഷത്തിന് 8 മണിക്കൂർ പോരാ എന്നുണ്ടെങ്കിൽ 10 മണിക്കൂർ വരെ ചർച്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് കിരൺ റിജിജു അറിയിക്കുകയായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ അതിന് മറുപടിയായി കെ.സി. വേണുഗോപാൽ MP ചോദിച്ചിരുന്നു, രാജ്യത്തെ ഇത്രയധികം ബാധിക്കുന്ന ഒരു വലിയ ബില്ലാണ് ഇത്, നിങ്ങൾ തന്നെ പറയുന്നു, അതായത് കേന്ദ്ര സർക്കാർ തന്നെ അവകാശപ്പെടുന്ന ഒരു ബില്ലാണ് ഈ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് പറയുന്നത്. മാത്രമല്ല രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന ബില്ലാണ്, ചരിത്രപരമായ ഒരു ബില്ലാണ്, പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു നാഴികക്കല്ലാണ് ഇതെല്ലാം എന്നെല്ലാം നിങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ഇത്രയധികം ആളുകളെ കൺസേൺ ചെയ്യുന്ന ഒരു സുപ്രധാനമായ ബില്ല് അവതരിപ്പിക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എവിടെ എന്നാണ് കെ.സി. വേണുഗോപാൽ MP ചോദിച്ചത്. എന്നാൽ സ്പീക്കർ ഓം ബിർള അതിന് മറുപടി നൽകുകയും ചെയ്തു. അവരില്ലെങ്കിലും കേന്ദ്രമന്ത്രി കിരൺ റിജിജു, അതായത് പാർലമെന്ററി കാര്യമന്ത്രി അടക്കമുള്ളവർ ഇവിടെയുണ്ട്. കേന്ദ്രമന്ത്രിമാരായ ജിതേന്ദ്ര സിംഗും മറ്റ് കിരൺ റിജിജുവും അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അത് മതി, അത് സഫീഷ്യൻ്റ് ആണ് ഉത്തരങ്ങൾ നൽകാനും ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനും, അത് മതി, പര്യാപ്തമാണ് എന്നുള്ളൊരു മറുപടിയാണ് സ്പീക്കർ നൽകിയത്. എന്നാൽ അതിനുശേഷം ഈ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ഈ ഒരു നിയമത്തിൻ്റെ വ്യവസ്ഥകളെല്ലാം തന്നെ വിശദീകരിച്ചത്. ഈ ബില്ല് 2024 ബില്ല് അത് വീണ്ടും പുനഃക്രമീകരിച്ച് കൊണ്ടുവരുന്നതാണ്. ഇത് പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് 2024 നിയമത്തെ തന്നെ ഭേദഗതി ചെയ്യുന്ന ഒന്നാണ്. ഇത് 2010 NTA മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് NTA മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ്. അതടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. എന്നിങ്ങനെ ബില്ലിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ച് എല്ലാം വളരെ വിശദമായി തന്നെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പ്രതിപക്ഷത്തിനെതിരെ വലിയ രീതിയിലൊരു അടി കൂടി കൊടുത്തു എന്നുള്ളതാണ്. UPA സർക്കാരിൻ്റെ കാലത്തും അതിനു മുൻപ് കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിരുന്ന എല്ലാ പരീക്ഷാ പേപ്പർ, ചോദ്യപേപ്പർ ചോർച്ചകളും മൂല്യനിർണ്ണയത്തിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ അദ്ദേഹം എണ്ണി സഭയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി എന്നുള്ളതാണ്. 1992 മുതൽ ഇങ്ങോട്ട് നടന്ന വിവിധ ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ലീക്കുകൾ, പരീക്ഷാ പേപ്പറിലെ മൂല്യനിർണ്ണയ തട്ടിപ്പുകൾ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ട്. അതായത് ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല, ഇപ്പോൾ ഈ ബഹളം ഉണ്ടാക്കുന്ന, പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തിലെ സർക്കാരുകൾ ഇരുന്ന കാലത്ത് ഇതിനേക്കാൾ അധികം നടന്നിട്ടുണ്ട് ക്രമക്കേടുകൾ. പക്ഷേ ആ ക്രമക്കേടുകളിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ തയ്യാറായത് ഞങ്ങളുടെ സർക്കാർ മാത്രമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. 2010 ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച NTA മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ UPA സർക്കാരും അതുപോലെ തന്നെ കോൺഗ്രസും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. എന്നാൽ നിലവിലെ കേന്ദ്ര സർക്കാർ, ഇപ്പോഴുള്ള സർക്കാരാണ് അതിലെന്തെങ്കിലുമൊക്കെ നടപടി എടുത്തത്. അപ്പോൾ കോൺഗ്രസ്സിന് ചെയ്യാൻ കഴിയാതെ പോയി അവർ പകുതി വെച്ച് നിർത്തിയ ഒരു കാര്യം ഞങ്ങൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കി, അതിൽ കോൺഗ്രസ്സിന് അഭിമാനിക്കാം എന്നാണ് അവർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ഈ ചർച്ചയിൽ അടുത്തതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന് ശേഷം സംസാരിച്ച ഗൗരവ് ഗൊഗോയ് വലിയ രീതിയിൽ തന്നെയുള്ളൊരു വിമർശനവുമാണ് ഭരണപക്ഷത്തിന് നേരെ ഉന്നയിച്ചത്. വലിയ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പരിഹാസം കലർന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്,
ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം രാജിവെച്ചതിന് ശേഷം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാർലമെന്റിന് പുറത്തെത്തിയപ്പോൾ ഷാൾ അണിയിച്ച് പൊന്നാട അണിയിച്ചും അതുപോലെ തന്നെ ആചാരപരമായിട്ടുള്ളൊരു ബഹുമാന പ്രതീകമായിട്ടുള്ള ഒരു തൊപ്പി തലയിൽ വെച്ചു കൊടുത്തുകൊണ്ടുമൊക്കെയാണ് NDA MP മാർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ധർമ്മേന്ദ്ര പ്രധാൻ സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആനയിക്കുകയും അദ്ദേഹത്തിന് തൊപ്പി ധരിപ്പിച്ച് പൊന്നാട അണിയിച്ച് വലിയ രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ടാണ് അകത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിനെ അദ്ദേഹം വലിയ രീതിയിൽ തന്നെയാണ് വിമർശിച്ചത്. ഒരു രാജ്യത്തിലെ 21 കുട്ടികളുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരനായ ഒരു വ്യക്തി, അതിലും എത്രയോ അധികം കുട്ടികളെ തെരുവിലിറക്കി പ്രക്ഷോഭത്തിന് പ്രേരിപ്പിച്ച നിർബന്ധിതനാക്കിയ ഒരു വ്യക്തി, അയാൾ നിവൃത്തിയില്ലാതെ ഗതികേട് കൊണ്ട് രാജിക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തെ ആഘോഷിച്ച് സ്വീകരിക്കാൻ നാണമില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ നിലവിലെ ഇൻസ്റ്റഗ്രാം ഭ്രമത്തെയും അദ്ദേഹം പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇനി ചർച്ച ഇനിയും മണിക്കൂറുകളോളം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ശരി, വ്യക്തമാണ്. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.